ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ തായ്ലാൻഡ് സീരീസിലെ ഡേ 1 ആണ് ഇന്ന്. ഇൻട്രോ എടുക്കുന്നത് ഞങ്ങളിപ്പോൾ വൈകുന്നേരമായി ഡേ 1ന്റെ. അപ്പോൾ കറക്റ്റ് സ്ഥലം എവിടെയാ പോണേന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ഐഡിയ ഇല്ല. നമ്മുടെ പാക്കേജിലല്ല വന്നത്, അല്ലാണ്ട് തന്നെ വന്നത്. അപ്പോൾ ഇവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ഞങ്ങളിങ്ങനെ പോയി കണ്ടുപിടിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ നാനാ പ്ലാസ, പിന്നെ ഒരു 2-3 മോളുണ്ട്. ഐക്കോൺ സിയാം, പിന്നെ സെൻട്രൽ, പേര് മറന്നു, ഞാൻ താഴെ മെൻഷൻ ചെയ്യാം പേര്. ആ മോള്, പിന്നെ നാനാ പ്ലാസ കഴിഞ്ഞിട്ട് ചൈന ടൗൺ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കവോസിൽ തന്നെ പോകും. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. അപ്പോൾ നിലവിൽ നമ്മളിപ്പോ കുറച്ച് സ്ഥലം കവർ ചെയ്തു, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ എടുത്തത്. അപ്പൊ ഇനി നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ നാനാ പ്ലാസയും ഐക്കോൺ സിയാമും പിന്നെ എവിടെയാ നമ്മുടെ കവോസൻ റോഡ്. അപ്പൊ അവിടെ പോയി നൈറ്റ് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഞങ്ങൾ നൈറ്റ് ആവാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുക. ഇപ്പൊ ഞങ്ങളുള്ള ടോപ്പ് കാട്ടിന്റെ അടുത്ത ഒരു ടോപ്പ് കാട്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. അപ്പൊ അതും കണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് നൈറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങും, എന്നിട്ട് ബാക്കി സ്ഥലമൊക്കെ അറ്റൻഡ് ചെയ്യും. അപ്പൊ മാക്സിമം ഇന്ന് നാളെയാണ് ഇപ്പൊ നമ്മൾ പട്ടായ പ്ലാൻ ചെയ്തത്, നാളെയും മറ്റന്നാളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ബാങ്കോക്കിലുണ്ട്. അപ്പൊ മാക്സിമം ഇന്ന് ബാങ്കോക്ക് കവർ ചെയ്യണം, എന്നിട്ട് പിന്നെ നമ്മൾ പട്ടായയിലോട്ട് പോകും. അപ്പോ എൻജോയ് ദ വീഡിയോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി തായ്ലാൻഡിലെത്തി. നമ്മളിപ്പോൾ ഉള്ളത് കവോസൻ റോഡിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്, ഇതിലെ ഹോട്ടൽ. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഊബർ അല്ല, ബോൾട്ട് അല്ലേ? ബോൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വന്നാ വേണം ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി വന്ന് ഗൈസ്. യെസ്, വി ആർ ഹിയർ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? വി ആർ ഗോയിങ് ടു MBK സെന്റർ. യെസ്. Where you come from? India. Yeah. You heard about ചോദിക്കാൻ പറ്റില്ല. ഇവിടെ എത്തിയിട്ട് ഇനി കേരള വെറുതെ എന്തിനാ അറിയില്ല എന്നൊക്കെ പറഞ്ഞ നാണക്കേടായി. ലാലേട്ടനെ അറിയോന്ന് ചോദിച്ചാലോ? ബാങ്കോക്ക്, ഇതാണോ ബാങ്കോക്ക്? കുറെ നേരം. MBK. ഓക്കെ MBK. Thank you. ഫൈനലി നമ്മൾ MBKയിലെത്തി ഗൈസ്. നമ്മളെ വണ്ടി കണ്ടോ? അങ്ങനെ MBKയിലേക്ക് NBKs ഉണ്ട്. എപ്പോഴെപ്പോഴും വീഡിയോ എടുക്കുമ്പോ കൈ കാണിക്കണമെന്നില്ല, വീഡിയോ കാണുമ്പോ കൈ കാണിച്ചോണ്ടിരിക്കും. ഇത് ഷോപ്പിംഗ് ഏരിയ ആണ്, ഷോപ്പിങ്ങിന് വരാനുണ്ടെങ്കിൽ ഫസ്റ്റ് സ്പോട്ട് MBK, സെക്കൻഡ് സ്പോട്ട് പട്ടായ. ജിയോഡാനോ മീൻ. പച്ച മീനിലെ തേൻ ഒഴിച്ചോ? ഇതൊരു ഫുൾ മീൻ. എന്താണോ ഇതൊക്കെ? അതേ ഉണക്ക മീൻ. ഇതൊക്കെയാണല്ലോ ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. പക്ഷെ MBKയിൽ വിചാരിക്കുന്ന പോലെയല്ല, ഷോപ്പിങ്ങിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ അഫോർഡബിൾ ആയ ചില കടകളുണ്ട്. നമ്മുടെ മറ്റേ ലുലു ഫാഷൻ സ്റ്റോർ പോലെ കുഞ്ഞു കടകളുണ്ട്, അവിടെയൊക്കെ അഫോർഡബിൾ റേറ്റാണ്. അല്ലാണ്ട് മൊത്തം കത്തിയാണ്, കൊലക്കത്തി. ഒരു സലാഡ് മേടിച്ചത് സ്റ്റീം ചെയ്യാൻ വന്നേക്കുക. നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചു. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ മൊത്തം ടേക്ക് അവേ ഐറ്റംസ് ആണ്. നമ്മൾ സാധനം കടയിൽ നിന്ന് മേടിച്ച് എന്നിട്ട്
ഇവിടെ വെച്ച് പുറത്ത് വെച്ച് സ്റ്റീം ചെയ്യണം. ഇതാണ് ഫുഡ്. ഇതെങ്ങനെ കഴിക്കുന്ന നിങ്ങൾ ഊണൊക്കെ ഉണ്ട്. ഊണുണ്ട്, പോർക്കുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓഹ് അങ്ങനെ പച്ച മീനാട്ടാ. പച്ച മീനും തേനും ക്യാരറ്റും. ഓ ഇവിടെ എങ്ങനെയുണ്ട്? പൊന്നോ, പറ്റൂല, ഫുഡ് തീർക്കാൻ പറ്റൂല. അയ്യോ, കറക്റ്റ് മറ്റേ നമ്മുടെ മീൻ കുറച്ച് വേവിച്ച് അരിയും തേനും ഇത് മാങ്ങ എന്താണ്ടൊക്കെയോ ഉണ്ട് ഗൈസ്. കട്ടി ഒരു നേരം ഒരെണ്ണൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. വല്ലാത്തൊരു ടേസ്റ്റ്. വന്നു സെറ്റപ്പ് വന്നു. പറ്റൂല ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് മപ്പടിക്കുന്നത്. കണ്ണൊക്കെ ഉണ്ട്, മീൻ കണ്ണ്. ഓ മോനെ ഗൈസ്, അപ്പൊ നമ്മുടെ മാൾ എക്സ്പ്ലോറിങ് തുടരുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഒറിജിനൽ സാധനം പോലെ തോന്നും. പക്ഷെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഗുച്ചിന്നൊക്കെ പെയിന്റ് കൊണ്ട് ഗുച്ചിന്ന് എഴുതി വെച്ചിട്ടുള്ളത് എല്ലാ ഷൂ. അത് പക്ഷെ ഇവരുടെ പ്രസന്റേഷൻ കൊള്ളാം. ഇവരത് ലൈറ്റൊക്കെ വെച്ച് സൂപ്പറായിട്ട് പ്രസന്റ് ചെയ്യും. പക്ഷെ നമ്മൾ അടുത്ത് പോയി നോക്കുമ്പോഴായിരിക്കും ചാത്തൻ സാധനം. മറ്റ് ഇന്ത്യൻസ് ഇല്ല ആ കടയിൽ മാത്രമേ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മാത്രം ഒരു ഇന്ത്യനെ കണ്ടു. നല്ല ബെസ്റ്റ് ടൈം. തായ്ലാൻഡ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം ന്യൂ ഇയർ കഴിയുമ്പോൾ വരിക. ഇന്ത്യൻസ് ഇല്ല, മലയാളീസ് ഇല്ല, ഫുൾ ഫോറിനേഴ്സും തായ്ലാൻഡ് ആൾക്കാരും മാത്രം. എന്തൊരു സമാധാനം. നമ്മൾ ഇതുവരെ ഒരു മലയാളീനെ കണ്ടുള്ളൂ അല്ലേ? ഒറ്റ മലയാളി, ഒരു മലയാളി കപ്പിൾ. അതൊരു ഒരു അപ്പാപ്പനും അമ്മാമ്മയും മാത്രം. വേറെ ആരും മലയാളീസും ഇല്ല, ഇന്ത്യൻസും ഇല്ല. കുറച്ച് നോർത്ത് ഇന്ത്യൻസ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് സൂപ്പർ ടൈം ഗായ്സ്. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സിയാം സെന്റർ. ഇതേപോലത്തെ വേറൊരു മോളാണ്. ഇവിടെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് മോള് മാത്രമേ ഉള്ളൂ. രാവിലെ നല്ല വെയില്. രാവിലെയൊക്കെ അങ്ങനെ ബീച്ച് സൈഡും പട്ടായയിലും മറ്റേ പബ് ഏരിയ അങ്ങനെ ഒന്നും രാവിലെ നടപടിയാവില്ല. രാവിലെ ഈ മോളിലൊക്കെ കയറാം, തണലായ സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുക, ഇവിടുത്തെ കുറെ സെറ്റപ്പ് കാണാന്നല്ലാണ്ട് വേറെ ഒന്നും തോന്നൂല. കാരണം അമ്മാതിരി ഒരു വെയിലും സെറ്റപ്പൊക്കെയാണ്. പക്ഷെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ മൊത്തം ഒരു ഈവനിങ് വരെ ഇവിടുത്തെ മോളും പിന്നെ ഷോപ്പിംഗ് സെന്റേഴ്സൊക്കെ കയറിയിട്ട് ഈവനിങ് ഞങ്ങൾ ചൈന ടൗണിലെത്തും. അപ്പൊ ഇപ്പത്തെ നമ്മുടെ ടാർഗറ്റ് സിയാം സെന്റർ. ഇതാണ് നമ്മളിപ്പോ കേറിയ MBK മോളിന്റെ ഫ്രണ്ട് വ്യൂ. നമുക്കിപ്പോ അടുത്ത മോള് വരുന്നത് ഇതിന്റെ റൈറ്റ് സൈഡിലേക്കാണ്, ഈ സ്റ്റാർബക്സിന്റെ ഒക്കെ ബാക്കിൽ. അപ്പോ എല്ലാം ഭയങ്കര അടുത്തടുത്തായതുകൊണ്ട് വലിയ സീനല്ല. അപ്പൊ നമുക്ക് ഈ ഫ്ലൈ ഓവർ കയറി അപ്പുറം ഇറങ്ങി അവിടുന്ന് ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തി. എല്ലാം അടുത്തടുത്താണ്, മോൾസ് ഒക്കെ അടുത്തടുത്താണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഊബർ മേടിച്ചു, ടാക്സി പിടിച്ചു, അങ്ങനെ വലിയ റേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഓവർബ്രിഡ്ജിന്റെ മുകളിലുള്ളത്. ഇതാണ് തായ്ലാൻഡിലെ ഒരു ഹാപ്പനിങ് ഏരിയ. ഞങ്ങൾ ഇപ്പോഴും സ്ഥലത്തെത്തിയില്ല. ഇനിയൊരു 100-200 മീറ്റർ നടക്കാനുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലം നൈസാ. നമ്മുടെ ഈ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ. പിന്നെയും ഒരു അടിപൊളി വ്യൂ ആണ് ചില ഗൈസ്. ഒരു സ്ഥലം കിട്ടി ഫോട്ടോ എടുക്കാൻ. പിന്നെ എല്ലാം നിരന്ന് നിന്ന് ഒരു സ്ഥലം കിട്ടിയായി അവിടെ തന്നെ നിന്ന് ഇനി ഫോട്ടോ എടുക്ക്. എല്ലാരും ഒരേപോലെ അപ്ലോഡ് ചെയ്യും. ഇനി ഞാൻ അപ്പുറത്തും അവിടെ എങ്ങാനും വന്ന പൊല്ലിഞ്ഞ്. ഇവിടെ കയറി ഇത് തന്നെയാണോ?
ഇതെവിടെയാ? വെറുതെ ഇങ്ങനെ നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിന് പറ്റിയ സ്ഥലം. ഒരു പണിയില്ല. ആ മാളിൽ കയറി ആ മാളിൽ ഈ മാളിൽ ഈ മാളിൽ അപ്പുറത്തെ മാളിൽ രക്ഷയില്ലാത്ത ഫ്രെയിം. എല്ലാ ഇവിടെ പോയാലും ഫ്രെയിമിന്റെ കളികൾ. ഫൈനലി നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് സിയാം സ്ക്വയർ 2. നമ്മൾ ഇത്രയും നേരം കണ്ട ഫ്രെയിമും ഇതൊക്കെ സിയാം സ്ക്വയർ 1. ഇപ്പൊ നമ്മൾ 2-ലെത്തി. ഇത് എനിക്കൊന്ന് 3ഉം 4ഉം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ 2-ലുള്ളത് അകത്തേക്ക്. ഇത് ഇവിടെയും ഫ്രെയിം. ഓ, ഫ്രെയിമിന്റെ കളി എന്റെ മോനി. ഫുൾ ഫ്രെയിമോട് ഫ്രെയിം. എല്ലാരും ഫോട്ടോ എടുക്കാൻ നിരന്ന്. എനിക്കൊരു ന്യൂ ഇയർ കഴിഞ്ഞോണ്ടാന്ന് തോന്നുന്നുണ്ട് ഇത്രയും ആൾക്കാർ കുറവ്. പിന്നെ നമ്മളിപ്പോ സിയാം സ്ക്വയറിന്റെ അകത്തോട്ട് കയറി. സിയാം സ്ക്വയർ 2-ന്റെ അകത്തോട്ട് കയറി. വേറൊരു സാധനം കാണിച്ചത്. കുറച്ച് 20th ആനിവേഴ്സറി ആവും. ഇവരുടെ 20th ആനിവേഴ്സറി. കുറച്ച് ആൾക്കാർ ഇവിടെ പാട്ട് കേൾക്കുന്നു. ഭയങ്കര പീസ്ഫുൾ ആണ്. ഇവിടുത്തെ ആൾക്കാരൊന്നും അങ്ങനെ സംസാരിക്കില്ല. ഭയങ്കര പീസായിട്ട് ആ മൊമെന്റ് എൻജോയ് ചെയ്യുക, പാട്ട് കേൾക്കുക, അവിടെ ഇരിക്കുക. ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഗൈസ്, ഞാൻ ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞ് വെറുപ്പിക്കാന്നറിയാം, എന്നാലും ഇത് നോക്ക്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഫുൾ ഫ്രെയിംസ്. നമുക്ക് തോന്നിയാണോ അത് ഇവിടെ ഇങ്ങനെയാണ്? എങ്ങോട്ട് തിരിഞ്ഞാലും ഫ്രെയിംസ്. നല്ല കിടുക്കാച്ച്. എന്റെ മോന്, ഞാൻ പറയട്ടെ, തായ്ലാൻഡിൽ വരുന്നവര് ഈ പട്ടായ, ബാങ്കോക്ക്, മറ്റേ ബീച്ച് ഏരിയ, പബ് ഏരിയ, അതല്ലാണ്ട് ഇങ്ങനത്തെ കുറച്ച് മോൾസ് ഒക്കെ വന്ന് കാണും. അവിടെ കുറച്ച് ഹിഡൻ മോൾസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി വെറുതെ അങ്ങ് നടന്നാൽ മതി. കാരണം വേറൊന്നും നമുക്ക് രാവിലെ വേറൊന്നും അല്ലാണ്ട് ചെയ്യാനില്ല. ഈ മോള് കാണാം, പാർക്ക് കാണാന്നല്ലാണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും സെറ്റപ്പ് ആയിരിക്കും തായ്ലാൻഡിന്റെ മോള്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സോപ്പ്. നമ്മൾ ഏത് സോപ്പ് എടുത്താലും ആ സോപ്പിന് ആ ഫ്രൂട്ടിന്റെ മണമായിരിക്കും. ഉഫ്, എന്താണ് ഐറ്റം, ആ ഐറ്റത്തിന്റെ അതേ മണം. എത്ര ഒന്നിനെത്ര? ഇത് ഒരെണ്ണത്തിന് 250 baht. 250. നമ്മളങ്ങനെ സെൻട്രൽ വേൾഡ് എന്നൊരു മോളിന്റെ പുറത്താണുള്ള. എനിക്കൊന്ന് ഇവിടെ തോന്നുന്നു ബാങ്കോക്കിലെ ബെസ്റ്റ് വ്യൂ. ഇവിടെ എന്തൊരു ഷോ ആണെന്നുള്ളതിരിക്കാം. ഡാൻസ് ഇത് കാണാൻ വേണ്ടി കുറേ കാലം. എങ്ങനെയുണ്ട് ബാങ്കോക്ക്? അല്ലേ, ഇതാണ് ബാങ്കോക്കിലെ പൂക്കി ഏരിയ. ഫുൾ ഓഫ് പൂക്കീസ്. മെയിൻ ഫോട്ടോ സ്പോട്ടാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇത് എവിടെ വെച്ചാൽ സെൻട്രൽ വേൾഡ് മാളിന്റെ ഫ്രണ്ട് സൈഡ്. ഇവിടെ മൊത്തം പൂക്കീസ് ആണ് ഗൈസ്. ചെറിയൊരു പേടിയുണ്ട്, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ വ്യൂ വീട്ടിലും വ്യൂ. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഉപദേശം തരാം. നമ്മൾ സ്ട്രെസ്സിലാണോ തായ്ലാൻഡ് വരിക, സന്തോഷത്തിലാണോ, സങ്കടമാണോ തായ്ലൻഡ് വരിക, എന്ത് പ്രശ്നമുണ്ടോ തായ്ലാൻഡ് വരിക. ഇവിടെ ഇതേപോലെ അങ്ങ് ഇരിക്കുക,
ഈ വ്യൂ മൊത്തം അങ്ങ് കാണുക അല്ലേ? രണ്ട് ബിയർ അടിക്കുക, ബീച്ചിൽ പോവുക, ഫുഡ് കഴിക്കുക, പിന്നെന്താ ഉള്ളത്, പൂളി ചാടുക, എനിക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. ഇവിടെ ആരും ഒന്നും നമ്മളെ പറ്റി ഒന്നും ചിന്തിക്കുന്ന പോലും ഇല്ല. മുമ്പോട്ട് നോക്കി ആൾക്കാരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ഇത് നോക്കി നടക്കുക. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുക, ചില്ല് ചെയ്യുക, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുക, ഇങ്ങനെ എൻജോയ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, വരിക. ഇത് ഒറ്റൊന്നും കുറച്ച് പൈസ ഉണ്ടാക്കുക, തായ്ലാൻഡ് വരിക, ചില്ല് ചെയ്യുക, പോവുക. അത് വേർത്തായിരിക്കും. ആ കൊടുക്കുന്ന പൈസ വേർത്തായിരിക്കും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നാനാ പ്ലാസ. അപ്പൊ നമ്മള് ഇനിയിപ്പോ സമയം എത്രയായി? ഇവിടുത്തെ 5 മണിയായി. ഇവിടെ നിന്ന് നേരെ നാനാ പ്ലാസ എത്തും. നാനാ പ്ലാസയിൽ നിന്ന് നേരെ ചൈന ടൗണിൽ നിന്ന് പിന്നെയും ബാക്ക് ടു കവസൺ റോഡിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ഒരു ടീഷർട്ടിൻ്റെ കടയിൽ കയറി. ഓ സെറ്റപ്പ്. അത് മറ്റേ മാലയൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി. കിട്ടില്ല സാധനം. മാല ഫ്രീയാ. ടീഷർട്ട് മേടിച്ചാൽ ഇത് മാല ഫ്രീ. ഒന്നാമത്തെ പിന്നെ വേറെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യൻസിന് പട്ടിപ്പുച്ഛമാണ് ഗൈസ്. ഇന്ത്യൻസിന് ആർക്കും വേണ്ട. നമ്മൾ വരുമ്പോൾ ബാർഗെയിൻ ചെയ്യാൻ പോലും തൊമാര് നിൽക്കൂല, തിരിഞ്ഞ പോലും നോക്കൂല. അവർക്കൊക്കെ ഫോറിനേഴ്സിനെ മതി. അതുകൊണ്ട് നമുക്കങ്ങനെ കടയിൽ കയറി നമ്മൾ ബാർഗെയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അവർ തിരിച്ച് വിളിക്കാനൊക്കെ വെച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. അവർ വിളിക്കാനും പോകണില്ല, നമ്മൾ മേടിക്കാനും പോകണില്ല. അപ്പോൾ എന്തെങ്കിലും മേടിക്കാനും ഇതിനൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ചെയ്യുക. അത് ഇന്ത്യൻസിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്ത്യൻസിന് മാത്രമേ അവർ വിളിക്കാണ്ടിരിക്കുള്ളൂ. ബാക്കി എല്ലാവരും ഇവർ വിളിച്ച് ബാർഗെയിൻ ചെയ്തൊക്കെ സാധനം കൊടുക്കും. പക്ഷെ നമുക്ക് കണ്ട അവൻ തന്നെ എടുക്കുമ്പോൾ കണ്ട വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പോയാലും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ബാർഗെയിൻ ചെയ്യാനോ അവർ അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും നിൽക്കില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാസയിലേക്ക് നടക്കുന്ന ഇടയിൽ ഞങ്ങളൊരു ടോപ്പ് കാട്ട് കണ്ടു. കിടിലൻ ടോപ്പ് കാട്ട്. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. പറ്റെങ്കിൽ ഇന്ന് ഇവിടെ കുറച്ചേരം ഇവിടെ അറ്റൻഡ് ചെയ്യുക. കാരണം ഇപ്പോഴേ നാനാ പ്ലാസയിലും മറ്റേ ഈ ഐക്കോൺസ് ചെയ്യാം, നാനാ പ്ലാസ അങ്ങനത്തെ സ്ഥലത്തൊന്നും ഈ സമയത്തൊന്നും പോയിട്ടില്ല. കാര്യമില്ല മീൻസ് ഈ സമയത്ത് അവിടെ ഓണല്ല. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു 1 hour ടോപ്പ് കാട്ട് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നാനയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ചൈന ടൗൺ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു 5-6 o'clock മുതൽ 7:30, 8 o'clock വരെയുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ മാക്സിമം പുറത്തുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനത്തെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടിട്ട് ഞങ്ങൾ വേറൊരു ടോപ്പ് കാട്ട് കണ്ടു, പക്ഷെ ഇത് കണ്ടിട്ട് കുറച്ചും കൂടെ വൈകാണ്ട് വരും. പമ്പ സാധനം. അപ്പൊ പൈസ വെച്ച് നോക്കാം. വാ ഞങ്ങൾ പോയിട്ട് റേറ്റ് അന്വേഷിക്കട്ടെ. ടോപ്പ് കാട്ട് ഇരിക്കണ നല്ല ബെസ്റ്റ് സ്ഥലത്താ. ഇവിടുന്ന് മുകളിലൊരു ഗാലറി ഉണ്ട്. ഗാലറിയുടെ താഴെ ടോപ്പ് കാട്ട്. അത് നല്ല ഒത്ത വ്യൂ ആയിട്ട് മിഡിലൻ പ്ലേസ്. പക്ഷെ ഇവരൊക്കെ ഓടിക്കുന്നവരൊക്കെ കട്ട പ്രൊഫഷണലാണ്. നമ്മളൊക്കെ ഓടിച്ച് താലയടിച്ച് കേട്ടെ. ടോപ്പ് കാട്ടിന് പൈസ ചോദിച്ചു 1700 baht. കുഴപ്പമില്ല. പക്ഷെ 1700-ന് ഈ 1 മണിക്കൂർ 1700 നമ്മൾ ടോപ്പ് കാട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് പൈസ ഇല്ലായിട്ടല്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കീട്ടില്ല മോനെ കീട്ടില്ല ഒരു പോർഷെ, കീട്ടില്ല ഒരു ടെസ്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്നും തെറിക്കുകയാണ് ഗൈസ്. തെറിക്കുക ബാക്ക് ടു നാനാ പ്ലാസ. ഈ മറ്റേ ഇവിടുത്തെ മണി എന്താ പറയാ, ബാത്താണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ചില കടയിൽ കയറുമ്പോൾ ഒരു ബാത്ത്. അപ്പൊ ഞങ്ങൾ ബാത്ത്, ചിലവർ ബാത്ത്, ചിലർ വേറെ എന്തോ പറയും. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ബാത്താണോ അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ. അങ്ങനത്തെ കുറേ വേർഡ്സ് വരെ ഭയങ്കര ഡിഫറെൻ്റ്. അവർ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളിതിങ്ങനെ പ്രീസെറ്റായി വെച്ചിട്ടുണ്ടോ, ഇതിങ്ങനെയാണ്. പക്ഷെ ഇവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ അത് വേറെ രീതിയായിരിക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെയും ടോപ്പ് കാട്ട് നോക്കി വെള്ളം ഇറക്കുന്നത്. പോവാ. ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഞങ്ങളുടെ ഒരു ദിവസമല്ല, ഇന്നലെ ഞങ്ങൾ എത്തി. ഇന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ജസ്റ്റ് ആ ബാങ്കോക്ക് സ്ട്രീറ്റിൽ പോയിട്ട് ചുമ്മാ ഇറങ്ങി എന്നല്ലാണ്ട് ഒന്നും പറ്റിയില്ല. എന്നാലും 2 ദിവസത്തെ അനുഭവത്തിലുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. മാക്സിമം നടക്കാൻ ശ്രമിക്കുക. നടന്ന് തന്നെ ഈ സ്ഥലങ്ങൾ മൊത്തം കാണും. നമുക്ക് ടാക്സിയൊക്കെ കിട്ടും. ടാക്സിയും ടുക് ടുക്കൊക്കെ കിട്ടും. ഒരു ടുക്
എല്ലായിടത്തും ടുക്കും ടാക്സി ഉണ്ടാവും, പക്ഷെ അതെടുക്കാണ്ട് മാക്സിമം നടക്കുക. കാരണം ഈ ചെറിയ ചെറിയ സ്ട്രീറ്റും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കുറേ ഉണ്ട് ഇവിടെ. അപ്പൊ അതൊന്നും മിസ് ചെയ്യാണ്ട് നോക്കുക, നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ നിങ്ങളൊരു ബഡ്ജറ്റ് പാക്കേജ് ഒക്കെ വരുന്നതാണെങ്കിൽ, ഞങ്ങളെ പോലെയാണ് വരുന്നതെങ്കിൽ നടക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നടത്തേക്ക് ടാക്സി എടുക്കാനുള്ള മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ ഇടയിലുള്ള കുറെ സ്ഥലം മിസ് ചെയ്യും. കാരണം ടാക്സിയിലും ടുക്കിലും കയറിയാൽ അവിടെ കയറി നമ്മൾ സ്ഥലത്ത് കൊണ്ടെടുക്കും. പക്ഷെ നമ്മൾ ഈ ചെറിയ ചെറിയ സ്ട്രീറ്റും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും ഇവിടുത്തെ ഒരു കൾച്ചറും ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമുക്ക് ഈ പബ്ബും ക്ലബും മസാജും ഇത് മാത്രമല്ല ബാങ്കോക്ക്, അല്ലാണ്ടുള്ള കുറെ പരിപാടികളുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അതും കിട്ടും. ഇപ്പോൾ എന്താണെങ്കിലും മസാജ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പക്ഷെ ഞാനൊരു കേട്ടറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ മസാജസും പബ്ബും അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പട്ടായയിൽ എൻജോയ് ചെയ്യുക. ബാങ്കോക്ക് എന്ന് പറയുമ്പോൾ ബാങ്കോക്കിൽ തന്നെ കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്, കുറെ പാർക്കും കുറെ മൊണാസ്ട്രീസും. പിന്നെ ഞങ്ങള് ഇവിടെ മറ്റേ ടെമ്പിൾസിലൊക്കെ കയറണമെങ്കിൽ ഫുൾ കൈ ഇടണം. അപ്പൊ ഞാൻ ഹാഫ് കൈ പോലും അല്ല, ഞങ്ങളൊന്ന് കയറാൻ നോക്കിയപ്പോൾ ഭായത്തിന് ഇടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫുൾ കൈ എടുക്കുക. ഇല്ലെങ്കിൽ ആ ഒരു ടെമ്പിൾസിന്റെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അത് പൈസ കൊടുത്ത് മേടിക്കണം, എക്സ്ട്രാ എക്സ്പെൻസ്. അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ഡേ ടെമ്പിൾസും ഇതൊക്കെ കവർ ചെയ്യാന്ന് വെച്ചു. എന്നിട്ട് നേരെ ഫ്ലൈറ്റ് കയറി പോകും. അപ്പൊ അതുവരെ ഞങ്ങൾ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ നേരത്തെ തന്നെ ടോപ്പ് കാട്ടിൽ നിന്ന് ഞാനാ പ്ലാസയിലോട്ട് 2 കിലോമീറ്റർ, അപ്പോൾ ഞങ്ങൾ 2 കിലോമീറ്റർ ഇതേപോലത്തെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പൊ ഞങ്ങൾക്ക് സ്ഥലങ്ങളും കാണാം, കാഴ്ചകളും കാണാം, നമ്മുടെ ടൈമും ലാഭിക്കാം, എല്ലാം സെറ്റാണ്. നടക്കാനുള്ളൊരു വൈബ് ഉണ്ടായാൽ മതി. നടന്നു കഴിഞ്ഞാലത്തെ ഗുണം ഇതാണ്, നമുക്ക് ഇങ്ങനെ പറ്റിയിട്ടില്ല വ്യൂ കാണും. നിങ്ങളൊരു വീഡിയോയിൽ കാണുമ്പോൾ അത്ര വൈബ് ഉണ്ടാവില്ല, പക്ഷെ അല്ലാണ്ട് നമ്മളിങ്ങനെ നടന്ന് കാണുമ്പോൾ സൂപ്പറാണ്. ഇങ്ങനത്തെ ഒരു പാലത്തിന്റെ അടിയിൽ കൂടെയൊക്കെയുള്ള വഴികളും നമ്മൾ ഈ ജപ്പാൻ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ, അമ്മാതിരി സാധനങ്ങൾ ആണ്. ഇതൊക്കെ നടന്നു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇത് വഴിയാണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇടി കിട്ടുമോ ഇങ്ങനത്തെ അഡ്വഞ്ചറസ് അല്ലല്ല. ഇതിന്റെ മുകളിൽ സ്റ്റെപ്പ് ഉണ്ട്, ഇതേ ഓ സീൻ. ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമുക്ക് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ തന്നെ നടക്കാൻ പറ്റും. ഓ ആണോ, ഇങ്ങനത്തെ ഓരോ ഫ്രെയിംസ് ആണ് ഇവിടെ. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഓരോ ഫ്രെയിംസ് ഫോട്ടോ എടുത്ത് മായിരിക്കും. ഒരു ക്യാമറയും കൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ നല്ല കിടില ഫോൺ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ സാധനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചാൽ ഇതുണ്ടോ, താഴെ ഒരു ബോട്ട്, ഇവിടെ ഒരു നല്ലൊരു ഫ്രെയിം ഉണ്ട്, ഇവിടെ ഒരു വണ്ടി നല്ലൊരു ഫ്രെയിംസ് ഉണ്ട്, നല്ല ബിൽഡിംഗ് ഒക്കെ ആയിട്ട്. ഇങ്ങോട്ട് നോക്കിയാൽ വേറൊരു ഫ്രെയിം. എവിടെ നോക്കിയാലും നമ്മൾ ഫോൺ എടുത്ത് മടുക്കും ഫോട്ടോ എടുത്ത്. ഇമാതിരി ഫ്രെയിംസ് കാണണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. കുറച്ച് കിടപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങ് സഹിക്കുക, നടക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ഇത് പ്രൈവറ്റ് ബോട്ടാന്ന് തോന്നുന്നല്ലേ? അല്ല, ഇത് പബ്ലിക് ബോട്ടാന്ന് തോന്നുന്നു. പക്ഷെ സ്ഥലം പൊളിയാ. ദൂരെ നിന്നൊരു ബോട്ടൊക്കെ വരുന്നു. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക, ശ്രമിക്കുക. ബാക്കിയൊക്കെ നൈറ്റ്. ബാങ്കോക്ക് മെയിൻലി നൈറ്റ് ആണ്, രാവിലെ അല്ല എക്സ്പ്ലോർ ചെയ്യുക. രാവിലെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് വേണ്ട പരിപാടി ബാക്കി സംഭവങ്ങളൊക്കെ രാത്രിയാണ്. രാത്രി ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മള് നാനാ പ്ലാസ എത്തിയിരിക്കുന്നു ഗൈസ്. ആ കാണുന്ന വഴിയിലേക്കാണ്. ആണോ, അവിടെ ക്യാമറ അലവില്ല എന്നൊക്കെ പറയണം, നോക്കട്ടെ. ഇതാണ് സ്ഥലം, ആ ഒരു വേ അതിനകത്തോട്ടാണ്. ഒന്ന് തായ്ലാന്റിലെ ഹാപ്പനിങ്സ് ആയ സ്ട്രിപ്പ് ക്ലബ്സും അല്ലാത്തുള്ള ക്ലബ്സ് ഒക്കെ നല്ലോണമുള്ള സ്ഥലമാണ് നാനാ പ്ലാസ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം അതാണെങ്കിൽ ഇവിടെ വരിക, എടുക്കുന്ന ഓരോ സംഭവം ശ്രദ്ധിക്കുക. എന്താ പറയണ്ടേ, പറ്റിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് ഇത് നാനാ പ്ലാസ. നമ്മൾ പോയി നോക്കണമല്ലോ, നമ്മളിന്ന് ഈ അലമ്പിനൊന്നും പോകത്തോണ്ട് വലിയ കുഴപ്പമില്ല. നൈസായിട്ട് പോവാ, സ്ഥലം കാണുക, തിരിച്ചു വരാം. നമ്മൾ നാനാ പ്ലാസയുടെ അടുത്തോട്ട് കയറി. ഇതൊരു പക്ക ഒരു സ്ട്രീറ്റ് വൈബാണ്. സ്ട്രീറ്റ് ഫുഡും സൈഡിൽ മൊത്തം സ്ട്രിപ്പ് ക്ലബും ഫുള്ള് ക്ലബ്ബാ. എവിടെ നോക്കിയാലും ക്ലബ്ബാണ്. അവിടെ ഒരു കിടിലൻ ക്ലബ്ബ്,
ഇതിന്റെ അകത്തൊക്കെ ഫുൾ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, വീഡിയോ സീനാണ് അവിടെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം നമുക്കൊരു സ്ഥലത്തോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം പുറത്ത് മൊത്തം നമ്മുടെ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ വീഡിയോ എടുത്തിട്ട് വെറുതെ പണി മേടിക്കേണ്ട വെച്ചാൽ അങ്ങോട്ട് ഞാൻ കാണിക്കുന്ന പോലും ഇല്ല. അവർ ദൂരത്തുനിന്ന് അവർ കൈകൊണ്ട് കാണിക്കും. നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ദൂരത്തുനിന്ന് കൈകൊണ്ട് താഴ്ചൊന്ന് കാണിക്കും. കാരണം ഒരു പ്രൈവറ്റ് ഏരിയ ആണ്, അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ഏരിയ ആണ്. അപ്പോൾ അത് ഭയങ്കര സീനാണ്. ഇപ്പൊ നമ്മളിപ്പോ നാനാ പ്ലാസയിൽ എത്തി. പക്ഷെ അതിനകത്ത് വീഡിയോ എടുക്കാൻ നല്ല ടാസ്ക് ആണ് ഗൈസ്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവര് ക്ലോസ് ചെയ്യാൻ പറയും. അപ്പൊ അതിനകത്ത് ഇവിടെ കയറണമെങ്കിൽ നമ്മള് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്തുള്ള വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് കയറി ഞങ്ങൾ പുറത്തിറങ്ങി. അതിനകത്ത് മെയിനായിട്ട് ഇപ്പൊ ഉള്ളത് സ്ട്രിപ്പ് ക്ലബ്സും ബാറുണ്ട്, സ്ട്രിപ്പ് ക്ലബ് ഉണ്ട്, മസാജ് പാർലർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഈ കവാസം റോഡ് കിട്ടുന്ന സംഭവം തന്നെയാണ് അവിടെ ഉള്ളത്. അതിന്റെ കുറച്ചും കൂടെ കൂടിയ ഐറ്റംസ്. പിന്നെ അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ഓണായിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ സമയം 7:30 അവിടെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആർക്കും ചോദിച്ചപ്പോ 9:30-10 മണിയാകുമ്പോ ആൾക്കാരൊക്കെ എത്തും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം ഇവിടെ നിന്നില്ല. ഇവിടുന്ന് നേരെ വേറെ സ്പോട്ട് പിടിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോ തിരിച്ച് നാനാ പ്ലാസിലോട്ട് വരും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങള് നാനാ പ്ലാസിൽ ഇപ്പോ ചൈന ടൗൺ എത്തി ഗൈസ്. ചൈന ടൗൺ ഇവിടെ മൂടാണ്. മൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ മൂഡ്. അത് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ഇവിടെ ചൈനീസ് ഐറ്റംസ് ആണ് മൊത്തം. അതെ, ചൈനീസ് ഐറ്റംസ് വരുന്നവര് മൊത്തം ചൈനീസും, ഫുഡും ചൈനീസ്, നമുക്ക് കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചൈനീസ്.